ദേശീയ ധനകാര്യ കമ്മീഷൻ ആർട്ടിക്കിൾ 280 1951 നവംബർ 22 ഒന്നാം ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്ന ആസ്ഥാനം ജവഹർ വ്യാപാരി ഭവൻ ന്യൂഡൽഹി. അംഗങ്ങളുടെ എണ്ണം ചെയർമാൻ ഉൾപ്പെടെ 5. കേന്ദ്ര ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് രാഷ്ട്രപതി. കാലാവധി 5 വർഷം. കേന്ദ്ര ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് രാഷ്ട്രപതിക്ക്. ധനകാര്യ കമ്മീഷൻ അംഗങ്ങളുടെ യോഗ്യതയും തിരഞ്ഞെടുപ്പ് രീതിയും നിശ്ചയിക്കുന്നത് പാർലമെന്റ്. ധനകാര്യ കമ്മീഷൻ ചെയർമാൻ പൊതുരംഗത്ത് പ്രവൃത്തി പരിചയം ഉള്ള വ്യക്തി ആയിരിക്കണം. ഹൈക്കോടതി ജഡ്ജിയാകാൻ യോഗ്യയുള്ള ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ധനകാര്യ മേഖലയിൽ മികച്ച അനുഭവസമ്പത്തുള്ള വ്യക്തിക്കോ ധനകാര്യ കമ്മീഷൻ അംഗമാകാം. ഒന്നാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ കെ.സി. നിയോഗി. രണ്ടാമത്തെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ കെ. സന്താനം. കേന്ദ്ര ധനകാര്യ കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളി വി.പി. മേനോൻ. ഒരു സ്റ്റോൺ കമ്മീഷനിൽ. നിലവിലെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയ. 16ാം ധനകാര്യ കമ്മീഷൻ. 15 ടി.എച്ച്. ചെയർമാൻ എൻ.കെ. സിംഗ്. കേന്ദ്ര ധനകാര്യ കമ്മീഷനിൽ മെമ്പർ സെക്രട്ടറിയായ ആദ്യ മലയാളി പി.സി. മാത്യു. 4 ടി.എച്ച്. കമ്മീഷനിൽ. ബന്ധപ്പെട്ട മന്ത്രാലയം ധനകാര്യമന്ത്രാലയം.